ഹലോ, എല്ലാവർക്കും സുഖമല്ലേ? ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് ജർമ്മനിയിൽ. രണ്ടാമത്തെ ദിവസം പറഞ്ഞാൽ ഞാൻ പുറത്തേക്ക് കൂടെ രണ്ടാമത്തെ ദിവസം. ഇന്നലെ ഞാൻ വെറുതെ ഒരു സമയം കളഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു വയ്യാത്ത പോലെ വന്നു. ചിലപ്പോൾ ക്ലൈമറ്റ് മാറേണ്ടിയായിരിക്കും. ഇവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെയാണ്. പെട്ടെന്ന് ലിത്വാനിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പോൾ ഇത്രയും മഴ ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. ഇപ്പോഴും മഴക്കാരം ഇവിടെ. ഇന്ന് പോണ സ്ഥലം കൊളോൺ കത്തീഡ്രൽ, അതായത് കൊളോണിൽ ഒരു വലിയ പള്ളിയുണ്ട്. ഇവിടുന്ന് ഏകദേശം 1.5 മണിക്കൂർ ട്രാവൽ ഉണ്ടെന്ന് തോന്നുന്നു, 1 മണിക്കൂർ ഉണ്ടെന്ന് തോന്നുന്നു. അത് കാണാണ്ട് കേട്ടോ, ശരിക്കും കാണാണ്ട്. അവിടെ പോയി ഞാൻ ഫസ്റ്റ് ടൈം പോയപ്പോഴാണ് ആ ഒരു ഫീല് ഭയങ്കരമായിരുന്നു. ആ ഒരു റെയിൽവേ സ്റ്റേഷനിൽ അങ്ങോട്ട് ഇറങ്ങി ആ ഡോർ തുറന്ന് അങ്ങോട്ട് കണ്ടപ്പോൾ, ആ പള്ളി കണ്ടപ്പോൾ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. ഇനി ഇവിടുന്ന് ബസ് പിടിക്കണം, ട്രെയിൻ പിടിക്കണം, എന്നിട്ട് വേണം അവിടെ എത്താൻ. അപ്പോൾ അവിടെ എത്തിയിട്ട് ഇനി ഞാൻ ബസ്സൊക്കെ പിടിച്ച് പോണ വഴിയും കാര്യങ്ങളൊക്കെ ഞാൻ കളിച്ചു തരാം. അപ്പോൾ അത് കാണാം നമുക്ക്. വാ. ഇതിൻ്റെ ഇടയിൽ വീണ്ടും മഴ. ഇവിടുത്തെ മഴയ്ക്കാണെങ്കിൽ കുറച്ച് ആയുസുള്ളൂ, പക്ഷേ അവ നന്നായി പെയ്തിട്ട് പോകും. അപ്പോൾ വീണ്ടും ഒരു മഴ, മിക്കതും ഈ മഴ കിട്ടുന്നുണ്ട്. നോക്കാം നമുക്ക്. വാ. സത്യം പറഞ്ഞാൽ ഭയങ്കര മഴയാണ്. ഭയങ്കര മഴയായിരുന്നു. ബസ്സിൽ വരുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കാനും പറ്റിയിട്ടില്ല. ബസ്സിൽ വരുമ്പോൾ ഒന്നും എടുക്കാൻ പറ്റില്ല, കാരണം മഴ കാരണം. അത് കഴിഞ്ഞ് ബസ് നിർത്തി ഓടി ട്രെയിനിലേക്ക് വന്നതാണ്. ഇനി ഇതിലിരുന്ന് നമുക്ക് 1 മണിക്കൂർ, ഏകദേശം 1 മണിക്കൂർ ട്രാവൽ ഉണ്ടാവും. ഇവിടെ ഇരുന്ന് നമുക്ക് അങ്ങോട്ട് പോകാം. വാ. ഞാൻ പറയുന്നത് അത്രത്തോളം നിങ്ങൾക്ക് സൗണ്ട് കിട്ടണമെന്ന് പറഞ്ഞുകൂടാ. അങ്ങനെ അവസരം നമ്മൾ കൊളോൺ കത്തീഡ്രലിലെത്തി, അതായത് കൊളോണിലെ പള്ളി. ഈ എൻ്റെ മുന്നിൽ നിൽക്കുന്നതാണ് ഈ കൊളോൺ പള്ളി. എന്ത് മനോഹരമാണെന്നുള്ളത് കാണാൻ. ഭയങ്കര രസം ഇത് കാണാനായിട്ട്. ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ കൊളോൺ പള്ളി. എന്ത് രസമാണല്ലേ കാണാൻ. നല്ല ഭയങ്കര രസമല്ലേ കാണാനായിട്ട്. ശരിക്കും ഇതിൻ്റെ ഒരു ലോങ് ഷോട്ട് എടുക്കണമെന്നുണ്ട് എനിക്ക്. എന്ത് രസമാണല്ലേ കാണാനായിട്ട്. അതിൻ്റെ ഹൈറ്റ് നോക്കുക, അവിടം വരുന്നുണ്ട്, അവിടം വരെ പൊങ്ങി നിൽക്കുന്നുണ്ട്. ഞാൻ ഫസ്റ്റ് ടൈം ഇത് വന്ന് കണ്ടപ്പോൾ എൻ്റെ അമ്മ എനിക്ക് കിട്ടിയൊരു ഫീലുണ്ട്. ഞാനെന്തോ വലിയൊരു ലോകാത്ഭുതത്തിൽ നോക്കിയിരിക്കണമായിരിക്കും ഒരു ഫീലാണ് വന്നത്. അത് ഇങ്ങനെ ഒരു വ്യൂ അല്ല എനിക്ക് കിട്ടിയത്. എനിക്ക് കിട്ടിയത് വേറൊരു വ്യൂ ആയിരുന്നു. ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ നേരിട്ട് വന്ന് കാണുന്നതാണ് എൻ്റെ അഭിപ്രായം. ഞാൻ പറഞ്ഞില്ല, ട്രാവൽ ഇഷ്ടപ്പെടുന്ന ആൾ. ഇപ്പം എൻ്റെ അമ്മയാണെങ്കിൽ ഇവിടെ വരാനെന്ന് പറയും. അമ്മ പറയും, എനിക്ക് അവിടെ ഇരുന്നാൽ മതി മോനെ, എനിക്കിവിടെ വരണ്ട, എനിക്കിവിടെ വന്ന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല, എനിക്കൊന്നും കാണേണ്ട ആവശ്യമില്ല, എനിക്ക് സമാധാനമായിട്ട് വീട്ടിൽ കിടന്നിറങ്ങിയാൽ മതി എന്നാണ് അമ്മ പറയാം. ഇത്രയും ആൾക്കാരുണ്ട് ഇവിടെ. ആക്ച്വലി കുറേ ആളുകളുണ്ട്. അങ്ങോട്ടും കുറേ ആളുകളുണ്ട്, ഇങ്ങോട്ടും കുറേ ആളുകളുണ്ട്. ഇവിടെ കംപ്ലീറ്റ് നിറച്ച ആളുകളാണ്. ഇതൊക്കെ ഇവർ കാണാൻ വന്നിട്ടുള്ളതാണ്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വന്ന സമയത്ത് ഇവിടെ ഫുൾ ഡ്രോയിങ്സ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഇവിടെ ആളുകൾ ഓരോന്ന് വരയ്ക്കും, എന്നിട്ട് വെവ്വേറെ രാജ്യങ്ങളുടെ ഫോട്ടോ ഒക്കെ വരച്ചിട്ട് ആ കുടിയുമ്പോൾ പൈസ വയ്ക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പള്ളിയുടെ ഉള്ളിലേക്ക് കയറാനുള്ള പരിപാടി നോക്കാം. ബാ. ഇഷ്ടംപോലെ ആളുകൾ ഇത് കാണാൻ വരുന്നുണ്ട് കേട്ടോ. ഇഷ്ടംപോലെ ചുറ്റും കൊണ്ടും കുറേ ആളുകളുണ്ട്. എല്ലാവരും ഇത് കാണാൻ തന്നെ ഭയങ്കര അടിപൊളിയാണ്. ഇതിൻ്റെ ആർക്കിടെക്ചർ കാണാനും ഭയങ്കര അടിപൊളിയാണ്. ഭയങ്കര രസമായിട്ട് എന്തൊരു ഫിനിഷിൽ ചെയ്ത് വെച്ചിട്ടുള്ള എന്നുള്ളതാണ്. ഭയങ്കര രസമാണ് ഇത് കാണാനായിട്ട്. പണിത് വെച്ചിട്ടിങ്ങനെ സെറ്റപ്പ്, ഓൾ സെറ്റപ്പ് കാണാൻ ഭയങ്കര രസമാണ്. ഇവിടെ ആൾക്കാരാണെന്ന് തോന്നുന്നു. ഞാൻ കാണിച്ചത് ഇതിൻ്റെ ബാക്കിൽ കാണാറുണ്ടോ? ഈ ബാക്കിൽ കാണുന്നതാണ് ആൾക്കാരാണെന്ന് തോന്നുന്നു. ഇവിടേക്കോ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലീറ്റ് ജർമ്മനിലാണ്. ഈ എഴുതി വെച്ചത് മൊത്തം ജർമ്മനിലായതുകൊണ്ട് ഇതെന്താ എഴുതി വെച്ചിട്ടുള്ള മനസ്സിലായി. ഇതിൽ കൊടുത്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രത്യേകതകളാണ്. ഇതിൻ്റെ സ്ട്രക്ചറിലുള്ള മാറ്റം, ഇവിടെ ഉപയോഗിച്ചിട്ടുള്ള ഗ്ലാസ്സുള്ള പ്രത്യേകത. ഞാൻ പറഞ്ഞത് കറക്റ്റ് കേട്ടോ. ഈ ചർച്ച പണിതിട്ടുള്ളതിന് കുറേ പ്രത്യേകത ഉണ്ട്. അതിലിപ്പോൾ ഒരു ഗ്ലാസ്, ഇതിൽ കാണിച്ചിട്ടുള്ള ഗ്ലാസ് എന്താ ഞാൻ കാണിച്ചു തരാം. ഒരു മിനിറ്റ് കേട്ടോ. അതായത് ഈ ഗ്ലാസ്സില്ലേ, ഈ ഗ്ലാസിൻ്റെ പ്രത്യേകത, ഈ ഫോട്ടോയിൽ കാണിച്ചിട്ടുള്ള ഗ്ലാസിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് ഷേപ്പുകളുണ്ട്. ഈ ഷേപ്പുകൾ പുറത്തുനിന്ന് സൺലൈറ്റ് ഉള്ളിലേക്ക് അടിക്കുമ്പോഴാണ് കാണാൻ പറ്റുന്നതാണ്. ഇത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായത്. ഞാൻ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കുകയാണ് വായിച്ചത്. ഞാനിപ്പോൾ ഇറങ്ങി പോകുന്നത് ഈ ചർച്ചിൻ്റെ അണ്ടർഗ്രൗണ്ടിലേക്ക്. കണ്ടോ, ഇതാണ് അണ്ടർഗ്രൗണ്ട്. ആ വഴി ഇങ്ങനെ ഇറങ്ങി എല്ലാവരും ഇഷ്ടംപോലെ ആളുകളോട് കാണാൻ വരുന്നുണ്ട്. അങ്ങനെ ചർച്ചെല്ലാം കണ്ട് ഞാൻ പുറത്തിറങ്ങി. എനിക്ക് പള്ളിയുടെ ഉള്ളിൽ പെട്ടെന്ന് കയറി ഇറങ്ങി മരുന്നു. ഞാൻ വിചാരിച്ചു ഈ പള്ളി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഇതിലും കൂടുതൽ കാണാണ്ടായിരുന്നില്ല, എന്താ പറ്റിയെന്ന്. ഇപ്പോഴാണ് മനസ്സിലായത് എൻട്രൻസ് മാറ്റി. അതുകൊണ്ട് തന്നെ കുറച്ച് ഏരിയ കാണാൻ പറ്റില്ല എന്നുണ്ട്. ഞാൻ ഈ ഏരിയ കാണിച്ചിട്ടാട്ടോ, ഈ ഒരു എൻട്രൻസ്. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞ എൻട്രൻസ്. കണ്ടോ, ഇതിൻ്റെ മേളിലേക്കുള്ള വ്യൂ കണ്ടോ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇവിടുന്ന് ഫോട്ടോ എടുത്ത് തന്നെ കണ്ടോ, ഇങ്ങനെ വീഡിയോ എടുത്ത് തന്നെ ഭയങ്കര രസമാണ്. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് നോക്കിയേ, കിടലായിട്ടില്ലേ. എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ. കാരണം എന്താ പറയുക, കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ എൻ്റെ നല്ല ക്യാമറയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഐഫോണിൽ വീഡിയോ എടുത്തിരുന്നത്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഐഫോൺ മോശമായിട്ടല്ല, അത്രയ്ക്ക് അടിപൊളിയായിരുന്നില്ല. നിങ്ങളിലേക്ക് കറക്റ്റായിട്ട് ഈ ചർച്ചിൻ്റെ ഭംഗി എങ്ങനെയാണോ അതുപോലെ തന്നെ എത്തിക്കാൻ പറ്റിയ സന്തോഷമുണ്ട്. നിങ്ങൾ കാണുന്ന ഭംഗിയില്ല, അതിനേക്കാൾ മനോഹരമാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ സത്യത്തിൽ. കണ്ടോ, ഒരു ലോഡ് ആൾക്കാർ ഇതിൻ്റെ ഫ്രണ്ടിൽ എല്ലാവരും ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും കാര്യങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതാണ്. ഇതിനിടയിൽ ഒരു ടീം അവിടെ എന്തോ മ്യൂസിക്കൽ പരിപാടി ചെയ്യുന്നുണ്ട്. ഇവിടെ ഉണ്ട്, അവിടെ എന്തോ മ്യൂസിക്കൽ പരിപാടി ചെയ്യുന്നുണ്ട്. അവിടെ ഒരാൾ ഒറ്റയ്ക്ക് ഇരുന്ന് കൊട്ടുന്നുണ്ട്. ഭയങ്കര വൈബാണ്. ആക്ച്വലി നല്ലൊരു മഴ വന്നു പെട്ടെന്ന്. ഇവിടുത്തെ മഴ 5 മിനിറ്റ് ഉണ്ടോ, പക്ഷേ കിടിലം മഴ. നല്ലൊരു മഴ വന്നു. ഞങ്ങളെല്ലാവരും ഓടി പള്ളിയുള്ളിൽ കയറി. മഴ പെയ്ത് കഴിഞ്ഞപ്പോൾ നല്ലൊരു റെയിൻബോ ഉണ്ടോ അവിടെ. നല്ല ഭംഗിയൊരു റെയിൻബോ വന്നിട്ടുണ്ട്. അത് ഞാൻ കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കാൻ നോക്കുക. ശരിക്കും ക്യാമറ വെള്ളം നനയാൻ പാടില്ല, വെള്ളം നനഞ്ഞാൽ പ്രശ്നമാണ്. അങ്ങനെ ഞങ്ങളെല്ലാവരും ചർച്ചയിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടെ അടയ്ക്കേണ്ട സമയമായല്ലോ. പിന്നെ നല്ലൊരു മഴയും കഴിഞ്ഞു.
അപ്പോൾ ഇവിടെ ഇപ്പോൾ സമയം ഏകദേശം 8 മണി, രാത്രി 8 മണിയായിട്ടും സൂര്യൻ കണ്ട. അതാണ് യൂറോപ്യൻ സമ്മർ. അതാണ് യൂറോപ്യൻ സമ്മറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. സൂര്യൻ എവിടെയും പോയില്ല. ഒരു 10 മണി 11 മണി ഒരാൾ ഓവർ ടൈം എടുത്തിട്ട് ഒരാൾ പോകുള്ളൂ. അതാണ് സൂര്യൻ്റെ പ്രത്യേകത. ഞാൻ അവിടെ വന്നിട്ടുള്ളത് ഒരു ബ്രിഡ്ജ് കാണിച്ചു തരാം നിങ്ങൾക്ക്. ലോക്ക് ബ്രിഡ്ജ് എന്ന് പറഞ്ഞാൽ ഈ ബ്രിഡ്ജിൻ്റെ പ്രത്യേകത. ഭയങ്കര അടിപൊളി വ്യൂ ആണ് കേട്ടോ. ഗംഭീര വ്യൂ ആണ് ആക്ച്വലി ഇവിടുന്ന്. ഇത് തള്ളി പറയുന്നതല്ല, ശരിക്കും അടിപൊളി വ്യൂ ആണ്. നിങ്ങൾ ഇവിടെ നേരിട്ട് വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഇത് കണ്ടോ, ഇതാണ് ലോക്ക് ബ്രിഡ്ജ്. കംപ്ലീറ്റ് ലോക്കുകളാണ് നമ്മൾ. കംപ്ലീറ്റ് നീ കാണാൻ മൊത്തം ലോക്കാണോ നോക്ക്. ഇതിങ്ങനെ ലോക്ക് ഈ അറ്റം തുടങ്ങി ആ ബ്രിഡ്ജ് അവിടെ ഉണ്ടോ നിങ്ങൾ, അതങ്ങനെ അറ്റം വരെ ലോക്ക് ബ്രിഡ്ജാണ്. അറ്റം വരെ മടവിൽ നോക്ക്. കിടിലം വ്യൂ അല്ലേ, ഞാൻ പറഞ്ഞില്ലേ, വെറുതെ പറഞ്ഞില്ല, കിടിലം വ്യൂ ആണ് ഇവിടെ. ഇവിടുന്ന് അവിടെ അറ്റം വരെ ഇത് തന്നെയാണ് പരിപാടി. ഇവിടുന്ന് റൈറ്റിലേക്ക് പുഴ മീൻസ് വലിയൊരു പുഴ. ഇവിടുന്ന് റൈറ്റിലേക്ക് വലിയൊരു പുഴ, നല്ല ഭംഗിയാണ്. ഈ വ്യൂ അടിപൊളിയാണ്. ഇവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഫുള്ള് ലോക്കുകൾ ഇങ്ങനെ ഹായ് പിള്ളേർ വീഡിയോയിൽ ഹായ് തന്നു പോയതാ. ഇവിടെ ലോക്കാണ് കേട്ടോ. ഇവിടെ കംപ്ലീറ്റ് ലോക്കാണ്. കംപ്ലീറ്റ് എന്ന് പറഞ്ഞാൽ പുറ്റ് പോലെ. ഇപ്പോൾ നമ്മൾ മറ്റേ ചതൽപുറ്റ് പോലെ അതുപോലെ പുറ്റ് പോലെ ലോക്കാണ്. ഇത് കംപ്ലീറ്റ് ലോക്കുകളാണിത്. ഇതിൽ കാമുകന്മാർ മാത്രമല്ല ഫ്രണ്ട്സ് ഫോർ എവർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ എഴുതിയിട്ടുണ്ട്. ഇതേ പേരുകൾ എഴുതിയിട്ടുണ്ട്, ഓരോരുത്തരുടെ പേര് എഴുതിയിട്ടുണ്ട്. ഇത് ഒരു പുറ്റ് പോലെ അങ്ങോട്ട് കംപ്ലീറ്റ് ലോക്കുകളാണ്. ഇവിടെ ആളുകൾ സൈക്ലിങ്ങിനും കാര്യങ്ങൾക്കൊക്കെ പോകും. അങ്ങനെ ലോക്ക് ബ്രിഡ്ജും കണ്ട് നടന്നപ്പോൾ എനിക്ക് പെട്ടെന്ന് നല്ലൊരു വിശപ്പ് വന്നു. പിന്നെ ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റും തേടി നടന്ന അവസാനം നമ്മുടെ ശരവണ ഭവനിലെത്തി. ഇവിടെ വലിയ മെനു ലിസ്റ്റാണ്. ഒരു ബുക്കാണ് ഇത് എങ്ങനെ എന്താ പറയുക, ഇതിൽ നിന്ന് എങ്ങനെ ഒരു ഫുഡ് കണ്ടുപിടിക്കാമെന്ന് ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഒരു വലിയ മെനു ലിസ്റ്റാണ്. ഇതിൽ നിന്നൊരു ഫുഡ് കണ്ടുപിടിക്കണം ഇനി. അങ്ങനെ നമ്മുടെ രസം വട വന്നു. അങ്ങനെ അവിടെ നിന്ന് നല്ലൊരു രസം വട ആദ്യം ഓർഡർ ചെയ്ത് കഴിച്ചു. പിന്നെ ഒരു മാംഗോ ലസ്സി ഓർഡർ ചെയ്തു. അതും അടിപൊളിയായിരുന്നു. അതും കഴിഞ്ഞ് ഒരു മസാല ദോശ കൂടി കഴിച്ചപ്പോൾ സന്തോഷമായി. അങ്ങനെ ശരവണഭവനിൽ കയറി നല്ലൊരു ഫുഡ് അടിച്ചു. വയറ് നിമ്മതി. ഞാൻ കഴിച്ച പൈസ ഇട്ടാൽ നിങ്ങൾ ഞെട്ടിപ്പോകും. ഞാൻ പറഞ്ഞൊരു മസാല ദോശയും രസവടിയും. ശരി പറഞ്ഞാൽ പൈസ പറഞ്ഞാൽ അർത്ഥമില്ല. കാരണം നമ്മൾ വേറൊരു രാജ്യത്ത് പോയിട്ട് ഇവിടുത്തെ പൈസ കഴിക്കേണ്ടി വരും, അത് സ്വാഭാവികമാണ്. പക്ഷേ നാട്ടിലെ പൈസ ചുമ്മാ കമ്പയർ ആണ്. ചുമ്മാ ഞാൻ തമാശക്ക് പറയുന്നതാണ്. എനിക്ക് തോന്നുന്നു 10,000-2,500 സാധനം ഞാൻ കഴിച്ചു. ആകെ ഓർഡർ ചെയ്ത 3 ഐറ്റംസാണ്. രസവട, ഒരു ലേസി മാംഗോ ലസ്സി, ഒരു മറ്റേതും കൂടി നമ്മുടെ മസാല ദോശ 3 കൂടി ഒരു 2,500 രൂപ. അത്രേ ഉള്ളൂ. 2,500 അല്ല, 2,500 രൂപ. നമുക്കെന്ത്, അതായത് സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 25 യൂറോ അതിനാണ് ഈ 2,500 രൂപ എന്ന് പറയുന്നത്. പക്ഷേ 25 യൂറോന് ഞാൻ അവിടുത്തെ ഭക്ഷണം കഴിച്ചെന്ന് പറയുന്നത് വലിയ പൈസ ഒന്നുമല്ല. വല്ലപ്പോഴല്ല നമ്മൾ കഴിക്കുന്നത്. വല്ലപ്പോഴും കഴിക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ യൂറോസ് വെച്ച് നോക്കുമ്പോൾ അതൊരു വലിയ പൈസ ഇല്ല. ഇന്ത്യയിലെ പൈസയായിട്ട് കൺവേർട്ട് ചെയ്യുമ്പോൾ 2,500 രൂപയ്ക്ക് നമുക്ക് എത്ര വട്ടം ശരവണഭവനിൽ കയറാമെന്ന് ആലോചിക്കുക. പക്ഷേ അങ്ങനെ കമ്പയർ ചെയ്യാനും പാടില്ല. ഞാൻ ഇതൊരു ഫൺ ഫാക്റ്റ് ആയിട്ട് നിങ്ങളോട് പറഞ്ഞെന്ന് മാത്രം. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 9:15 ആയിട്ടുണ്ട്. 9:15 കണ്ടാൽ പറയൂ. രാത്രി 9:15 സമയം. ഇപ്പോൾ ഞാൻ നടന്നുകൊണ്ടിരിക്കും. എന്തൊരു വിളിച്ചാണല്ലേ. അതാണ് ഞാൻ പറഞ്ഞത്. നേരത്തെ മുന്നേ ഞാൻ പറഞ്ഞു യൂറോപ്യൻ സമ്മറിൻ്റെ പ്രത്യേകത ഇതാണ്. ഇവർക്ക് സമ്മർ ടൈം ആയി കഴിഞ്ഞാൽ കുറേ ഡേ ടൈം കിട്ടും. അതുകൊണ്ട് ഇവർ അടിച്ചു പൊളിച്ച് തുടങ്ങി യൂറോപ്യൻസ്. എന്തായാലും നിങ്ങൾക്ക് കുറേ കാര്യങ്ങൾ കാണിച്ചു തരാൻ പറ്റിയത് എനിക്ക് ഭയങ്കര സന്തോഷം. ഇവിടെ വന്ന് നല്ല ഫുഡ് കഴിക്കാൻ പറ്റിയില്ല എനിക്ക് ഭയങ്കര സന്തോഷം. നമ്മൾ കാണാൻ വന്ന പള്ളിയില്ലേ, എൻ്റെ ബാക്കിൽ കാണുന്നത് കാണുന്ന പള്ളിയില്ലേ, അതാണ് നമ്മൾ കാണാൻ വന്നത്. ആ മേളിൽ കാണുന്നില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചാൽ ഇവിടെ എല്ലാവരുടെയും കംപ്ലീറ്റ് എനിക്ക് തോന്നുന്നു രാത്രി സമയമായതുകൊണ്ട് 9 മണി കൊണ്ടുകൊണ്ട് കംപ്ലീറ്റ് ഒരു ആരും ഇല്ലാത്ത പോലെ. ആൾക്കാരെ എണ്ണയെ കുറഞ്ഞു. നേരത്തെ എന്തോരം ആൾക്കാരായിരുന്നു. എല്ലാവരും വീട്ടിൽ പോകുന്നുണ്ട്. നമുക്കും വീട്ടിൽ പോവാം, ബാ. അങ്ങനെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ട്രെയിനിൽ കയറി. എന്തോ ഭാഗ്യം നമ്മുടെ ഇന്നത്തെ ട്രെയിൻ കറക്റ്റ് സമയത്തിന് വന്നു. ശരിക്കും ഞാൻ ഇതിൻ്റെ പുറത്ത് വെച്ചൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അത് എത്രത്തോളം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെന്ന് ഉറപ്പില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം സൗണ്ട് ക്വാളിറ്റി ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോ തന്നിട്ടുള്ളൂ, ഇല്ലെങ്കിൽ ഈ വീഡിയോ ആയിരിക്കും വരിക. സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രെയിനുകൾക്കൊരു അസുഖമുണ്ട്, ലേറ്റായി വരും. നിങ്ങൾ വിചാരിക്കുന്ന പോലെയല്ല, ഭയങ്കര കോമഡി. അത് ജർമ്മനിയിൽ താമസിക്കുന്നവർക്ക് ഞാനീ പറയുന്നത് ഭയങ്കരമായിട്ട് ലേറ്റാവും. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ട്രെയിനുകൾ ഇപ്പോൾ ഈ ട്രെയിൻ 9:56 പറഞ്ഞിരുന്നത്. ഇത് 9:56 ആകുമ്പോൾ വരുമെന്ന് വിചാരിച്ച് നമ്മളിങ്ങനെ കാത്തിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്നൊരു അനൗൺസ്മെൻറ്റ് വരിക, ഒരു 10 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നമുക്ക് 10 മിനിറ്റ് അല്ല, നമുക്ക് വെയിറ്റ് ചെയ്യാം. പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോഴായിരിക്കും വീണ്ടും ഒരു അനൗൺസ്മെൻറ്റ് വരിക, വീണ്ടും ഒരു 10 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് ഉണ്ടാക്കി പറയുന്നത്. അല്ല, ഇതെനിക്ക് അനുഭവമുള്ള കാര്യം. കുഴപ്പമില്ല, ഞാൻ പറഞ്ഞു മാത്രം. എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത സംഭവം പറഞ്ഞു മാത്രം. പക്ഷേ ഇപ്പോഴത്തെ ഇതിൽ കയറിയാൽ അടിപൊളിയാണ്. അതായത് നമുക്ക് ഇരിക്കാനുള്ള സീറ്റ് സംഭവങ്ങളാണെങ്കിലും ട്രാവലൊക്കെ ഭയങ്കര കംഫർട്ടാണ്. നമുക്ക് ഭയങ്കര കംഫർട്ടാണ്. ഇതിൻ്റെ ഉള്ളിലത്തെ ട്രാവൽ ഭയങ്കര കംഫർട്ടാണ്, ഒന്നും പറയാനില്ല, നല്ല കംഫർട്ടാണ്. ഇനി ഒന്നും ചെയ്യാല്ല, ഇനി നേരെ പോയി റൂമിൽ പോയി കിടന്നുറങ്ങുന്നതാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ പള്ളിയിൽ പോയി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തന്നു. അവിടുത്തെ ലോക്ക് ബ്രിഡ്ജ് കാണിച്ചു തന്നു. ശരവണഭവനിൽ പോയി ഫുഡ് അടിച്ചു. ഇന്നത്തെ ദിവസം അങ്ങനെ ഞാനിങ്ങനെ അടിച്ചു തീർത്തു. ഇനി എനിക്ക്
വേറെ സ്ഥലങ്ങളിലേക്ക് പോകാൻ പ്ലാനുണ്ട്, വേറെ രാജ്യങ്ങളിലേക്ക് പോകാൻ പ്ലാനുണ്ട്. എത്രത്തോളം നടക്കുമെന്ന് എനിക്കറിയില്ല. എന്തായാലും അതും കൂടി നിങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ 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 ബൈ.